ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ മൊബൈലിൽ നിന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. അത് അപ്ലോഡ് ആവുന്നില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് ശ്രമിച്ചു ഞങ്ങൾ, അപ്പോൾ ആവുന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങളൊരു ചെറിയൊരു ട്രിക്ക് നോക്കി അത് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മൾ ക്രോമിൽ യൂട്യൂബിനെ സെർച്ച് ചെയ്തിട്ട് അതിൽ അപ്ലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ അത് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ 2-3 ദിവസമായി ആ പ്രോബ്ലം വരുന്നു. അപ്പോൾ നമുക്കൊരു ചെറിയൊരു സൊല്യൂഷൻ ഉണ്ടായിരുന്നു. ആ സൊല്യൂഷൻ നമുക്ക് കാണാം. അതായത് നമ്മുടെ മൊബൈലിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിൽ. ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ കയ്യിൽ ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ ഇല്ല. അപ്പോൾ അവർ മൊബൈൽ വെച്ചിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ മൊബൈലിൽ ക്രോമിൽ പോയിട്ട് യൂട്യൂബിനെ സെർച്ച് ചെയ്യണം. ഇപ്പോൾ യൂട്യൂബ് പേജ് വന്നിട്ട് പിന്നെ ഡെസ്ക്ടോപ്പ് മോഡിൽ ഇടണം ആ പേജ്. പിന്നെ അത് കഴിഞ്ഞിട്ട് റൈറ്റ് കോർണറിൽ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് കാണാൻ പറ്റും. റൈറ്റ് കോർണർ നമ്മുടെ സിമ്പിളുടെ അവിടെ അതിൽ പോയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോയിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. പിന്നെ റൈറ്റ് സൈഡിൽ അപ്ലോഡ് ഫയലിന് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. സിലക്ട് ഫയൽ എന്ന് പ്രസ് ചെയ്താൽ അത് ഫയൽ സിലക്ട് ആവുന്നില്ല, അപ്പോൾ അത് അപ്ലോഡ് ആവുന്നില്ല. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ആ ട്രിക്കാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഗൂഗിൾ ക്രോമിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരണം. പുറത്തേക്ക് വന്നിട്ട് യൂട്യൂബ് ആപ്പിൽ പോകണം. യൂട്യൂബ് ആപ്പിൽ പോയിട്ട് മേളിൽ അപ്ലോഡ് ഫയൽ എന്നൊരു അതിൽ പ്രസ് ചെയ്താൽ ഇങ്ങനെ വരും. അപ്പോൾ ഇതിൽ നിന്ന് ഞാനിപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ സിലക്ട് ചെയ്യാൻ പ്രൈവറ്റാക്കി വെക്കും. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഞാനൊരു വീഡിയോ സിലക്ട് ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു വീഡിയോ സിലക്ട് ചെയ്യണം. പിന്നെ ഇത് പ്രൈവറ്റാക്കി വെക്കും, പബ്ലിക് ആക്കല്ല. പിന്നെ ഇത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇത് അപ്ലോഡ് ആവുന്നതാണ്. നെറ്റ് സ്പീഡ് കുറവാണ്, അതുകൊണ്ട് ഇച്ചിരി ടൈം എടുക്കും അത്. ഇതിപ്പോൾ അപ്ലോഡ് ആവുകയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ അപ്ലോഡ് ആവും. അപ്പോൾ ഇത് അപ്ലോഡായി. ഇത് അപ്ലോഡായി, ഫുള്ളായിട്ട് അപ്ലോഡായി വീഡിയോ. ഇനിയിപ്പം വീണ്ടും നമുക്ക് ക്രോമിലോട്ട് പോയിട്ട് യൂട്യൂബ് പേജിൽ പോകണം. പിന്നെ സെയിം പ്രോസസ്സ് ഡെസ്ക്ടോപ്പിൽ ഇട്ടിട്ട് ആദ്യം ഡെസ്ക്ടോപ്പിൽ ഇട്ടിട്ട് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോകണം. നമ്മുടെ സിമ്പിളിൽ ക്ലിക്ക് ചെയ്താൽ യൂട്യൂബ് സ്റ്റുഡിയോ കിട്ടും നിങ്ങൾക്ക്. യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് ലെഫ്റ്റ് കോർണറിൽ വീഡിയോസ് എന്ന നമ്മുടെ വീഡിയോ കാണാനുള്ള ഒരു ബട്ടൺ ഉണ്ട്, വീഡിയോസ് എന്ന് പറഞ്ഞ് ആ വീഡിയോസിൽ ക്ലിക്ക് ചെയ്യണം. ഇതിപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയി. ഇതാണ് യൂട്യൂബ് സ്റ്റുഡിയോ. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ബട്ടൺ ഉണ്ട്, തേർഡ് ബട്ടൺ ആണ്. അത് വീഡിയോയിൽ പോയി. അത് കണ്ടോ, വീഡിയോയിൽ പോയി. ഇപ്പോൾ ആ വീഡിയോ ഇത് പ്രൈവറ്റായിട്ട് അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്താണെന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഡിസ്ക്രിപ്ഷൻ, ടൈറ്റിൽ എല്ലാം ഇടാൻ പറ്റും. ഇങ്ങനെ ഒരു പേജ് വരും. അപ്പോൾ ഇതിൽ പോയിട്ട് നിങ്ങൾക്ക് ടാഗ്സ് കൊടുക്കാം, എൻഡ് പേജ് ഇടാം, പിന്നെ ഐ ബട്ടണിൽ എന്തെങ്കിലും ഇടുന്ന അതും ഇടാം, ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, പിന്നെ തംബ്നെയിൽ ഇടാം. എല്ലാം ചെയ്തിട്ട് സേവ് ചെയ്യണം. പിന്നെ അത് പബ്ലിക് ആക്കിയാൽ മതി. അപ്പോൾ നിങ്ങളുടെ വീഡിയോ കറക്റ്റായിട്ട് അപ്ലോഡ് ആവും. താങ്ക് യു. കണ്ടല്ലോ, ഇതൊരു ചെറിയ ട്രിക്കാണ്. അപ്പോൾ മിക്കവർക്കും ഈ ട്രിക്ക് അറിയാമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് അറിയാനുള്ള ഒരു ചെറിയ ട്രിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തേ.